ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 2021 സെൻസർ BS6 ഡീസൽ ആപ്പേ ഓട്ടോയുടെ ഒരു റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഓട്ടോ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 31,000 കിലോമീറ്ററാണ്. 31,000 കിലോമീറ്റർ ഓടിയതിൻ്റെ അനുഭവവും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിൽ എത്തിക്കുകയാണ് ഈ ഓട്ടോയുടെ RC ഓണറായ പരമേശ്വരൻ ചേട്ടൻ. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് പരമേശ്വരൻ 31,000 കിലോമീറ്റർ ആപ്പയുടെ BS6 സെൻസർ ഓട്ടോ ഓടിച്ച അനുഭവം നമ്മളോട് പറയുന്നതാണ്. പരമേശ്വരൻ, എങ്ങനെയാണ് അനുഭവം? എന്താണ് ഈ ആൾക്കാർ പറയുന്ന പോലെ BS6 വണ്ടി കംപ്ലൈൻ്റ് ആണോ? അല്ല അല്ലേ? അപ്പോൾ എങ്ങനെ അനുഭവം ഒന്ന് പറയാമോ? എനിക്കിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഇതുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ് പലതും പറയുന്നത്. പലതും സെൻസർ വണ്ടി കംപ്ലൈൻ്റ് ആണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മഴയത്തൊക്കെ ഇട്ട് ഓടിച്ച വണ്ടിയാണത്. അതെ അല്ലേ? യാതൊരു കംപ്ലൈൻറ്റും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ്, ആ വെള്ളത്തിലിട്ട് ഓടിച്ചതിൻ്റെ കംപ്ലൈൻറ്റ് അതൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ 31,000 കിലോമീറ്റർ ഓടിയതിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് വന്നിട്ടുണ്ട്. ലൈനർ, ഓയിൽ ചേഞ്ചിങ്, പിന്നെ 25,000 ഡീസൽ ഫിൽറ്റർ മാറണം. ഡീസൽ ഫിൽറ്റർ അത് 1,300 രൂപയാണ്. ഡീസൽ ഫിൽറ്റർ അത് പമ്പുള്ള ടൈപ്പാണ്. ചാവി ഓഞ്ചിട്ടാൽ തന്നെ പമ്പ് ചെയ്ത് ഡീസൽ കയറുന്ന ആ സിസ്റ്റമാണ്. പിന്നെ ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സെൻസറിലൂടെ ലൈറ്റ് കത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വല്ല ലൈറ്റ് വല്ലതും കത്താൻ വല്ല ഇടയായിട്ടുണ്ട് എപ്പോഴെങ്കിലും? കത്താൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് അടിച്ചിട്ട് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തി കിടക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചാവി ഒന്ന് ഓഫ് ചെയ്ത് 2 സെക്കൻഡ് വെച്ചിട്ട് പിന്നെ ഓണാക്കി അടിച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. ഇപ്പൊ ഈ വണ്ടി എവിടെ നിന്ന് എടുത്തത്? ഏത് ഷോറൂമിൽ നിന്ന് എടുത്തത്? വണ്ടി ആലുവ ഐഡിയൽ മോട്ടോഴ്സ് അല്ലേ? പിന്നെ ഈ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, സെൻസർ ഓട്ടോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഭീതി പരന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെയുള്ളൊരു കംപ്ലൈന്റ് ഇന്നവരും അങ്ങനെ വന്നിട്ടില്ല. അതെ അല്ലേ? ഏതാണ്ട് ഇറങ്ങിയ ആ സമയത്താണ് ഞാൻ ഈ വണ്ടി എടുക്കണം. BS6 ഇറങ്ങിയ സമയത്താണ് എടുക്കണം. അപ്പോൾ 31,000 കിലോമീറ്റർ ഓടിക്കണം. മൈലേജ് എത്ര ഇട്ടുണ്ട്? മൈലേജ് ഉണ്ട്. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചാൽ ഓടുന്നത്. അതെ അല്ലേ? എന്നാലും ഏകദേശം എത്ര ഇട്ടുണ്ട്? ഫുൾ ടാങ്ക് അടിച്ചിട്ട് 350 കിലോമീറ്റർ വരെയൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. അതെ അല്ലേ? ഫുൾ ടാങ്ക് എത്ര കിട്ടും? 10 ആണെന്ന് ടാങ്ക് കറക്റ്റ് അറിയില്ല. ഒരു 30 മൈലേജ് കിട്ടുമോ? അതിന് മേലെ എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. 30-ന് മുകളിൽ കിട്ടും. എന്ന് വെച്ചാൽ അതിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബോഡിയൊന്നും വലുതായിട്ട് പണിതിട്ടില്ലല്ലോ. ബോഡിയിൽ വല്ല വെയിറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് പവറുള്ള എഞ്ചിനല്ലേ? 599 cc എഞ്ചിനാണല്ലേ? പിന്നെ ഇതിന്റെ സർവീസ് ഒക്കെ എവിടെ ചെയ്യുന്നത്? സർവീസ് ആലുവയിലാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഇപ്പഴാ? ഇപ്പൊ ചെയ്യുന്ന തൊടുപുഴയിൽ സർവീസ് ചെയ്യണ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? തൊടുപുഴ 60 കിലോമീറ്റർ അല്ലേ? അതെന്താ അങ്ങോട്ട് പോകാൻ കാരണം? അവിടെ അങ്ങനെ അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വർക്ക് നല്ല വർക്കാണ്. നമ്മളൊന്നിനും പുറത്ത് പോകണ്ട. എല്ലാ പാർട്സും ഈ വണ്ടിയുടെ എല്ലാ പാർട്സും അവിടെ കിട്ടും. അതെല്ലോ, ശരി ശരി. അപ്പൊ ഇവിടുത്തെ സർവീസ് സെന്ററില? അവിടുത്തെ സർവീസ് സെന്ററില് സുഖം തോന്നിയില്ല. അതെ. പരമേശ്വരൻ പോകുന്നത് തൊടുപുഴയിൽ അല്ലേ? തൊടുപുഴയിൽ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 60 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ സർവീസ് ഏത് സർവീസാണ്? ഐഡിയൽ മോട്ടോഴ്സിലെ സർവീസിൽ കുറച്ച് തൃപ്തിക്കുറവുണ്ട് അല്ലേ? അതാണ് പുള്ളി ഇത്രയും ദൂരത്ത് പോണത്. ഒരു വാഹനം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിജയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സർവീസ് സെൻ്ററുകളും പിന്നെ അതിൻ്റെ സ്പെയറിൻ്റെ ലഭ്യതയുമാണ്.
ഇപ്പോൾ പരമേശ്വരൻ ചേട്ടൻ ഇവിടുന്ന് സർവീസിന് പോകുന്ന തൊടുപുഴയിലാണ്. ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് സർവീസിന് പോണത്. അപ്പോൾ ഇവിടുത്തെ സർവീസ് സെൻ്ററായിട്ട് സർവീസിലെ ചെറിയ പോരായ്മകൾ കൊണ്ട് പുള്ളി തൃപ്തനല്ല. അതുകൊണ്ടാണ് പുള്ളി 60 കിലോമീറ്റർ സർവീസിന് പോണത്. പിന്നെ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവീസും കൂടി പക്കയാക്കാൻ ഷോറൂമുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആപ്പയുടെ അധികൃതർ ഇത് കാണുകയാണെങ്കിൽ സർവീസിൻ്റെ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർക്ക് കൂടുതൽ തലവേദന ഉണ്ടാവുകയില്ല അല്ലേ? കറക്റ്റ്. ഏതാണ്ട് പരമേശ്വരൻ്റെ വണ്ടി സ്റ്റാർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഈ വണ്ടിയില്ലേ? ഒന്ന് പറയാമോ? വണ്ടി സെൽഫ് എടുക്കണ്ടായില്ല. കമ്പനി കൊണ്ടുവന്നപ്പോൾ സ്റ്റാർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടർ അയച്ച് ഒരു സർവീസിന് കൊടുത്തു. അവിടെ കൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പോയി സൂര്യ ഡീസൽ എന്ന് പറഞ്ഞ ബൈപ്പാസിലാണ് കൊടുത്തത്. അവരാണ് അതിൻ്റെ ഡീലർ ഈ സ്റ്റാർട്ടറിൻ്റെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊന്നും സ്പെയർ വന്നിട്ടില്ല. സ്പെയർ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ദിവസം ഇട്ട്? 9 ദിവസം. 9 ദിവസം സർവീസ് സെൻറ്ററിൽ വണ്ടി ഇട്ട് 9 ദിവസമൊക്കെ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ച് സർവീസ് സ്റ്റേഷനിലൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം പട്ടിണിയായി പോകും. എന്താ യഥാർത്ഥ സംഭവം എന്തായിരുന്നു? 9 ദിവസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം വണ്ടി കിടന്നല്ലേ, ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് പുതിയ സ്റ്റാർട്ടർ മേടിച്ച് 13,000 രൂപയാണ് സ്റ്റാർട്ടറിൻ്റെ വില. ആ സ്റ്റാർട്ടറും കൊടുത്ത് 10,000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടർ തന്നത്. ആ സ്റ്റാർട്ടർ വെച്ചോടേക്ക് സ്റ്റാർട്ടായാ? ഇല്ല, ആ സ്റ്റാർട്ടർ ഇവിടെ കമ്പനി കൊണ്ടുവന്നത് അവർ സ്റ്റാർട്ടർ ഫിറ്റ് ചെയ്തിട്ടും കംപ്ലൈൻറ്റ് അത് തന്നെ. അതായത് 13,000 മുടക്കി സ്റ്റാർട്ടർ മാറ്റിയിട്ടും സ്റ്റാർട്ടായില്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് ഇത്രയും ദിവസം ഓടാണ്ട് കിടന്നുണ്ടോ, ഓടി കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ട് വീട്ടിൽ വന്നിട്ട് വണ്ടി ഓഫ് ചെയ്തു. പിന്നെ എന്ത് ചെയ്ത് സ്റ്റാർട്ടാവില്ല. ശരിക്കും യഥാർത്ഥ കംപ്ലൈന്റ് എന്തിന്റെ ആയിരുന്നു? ബാറ്ററിയുടെ കംപ്ലൈന്റ്. ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണ്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ബാറ്ററി കടയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പൊ അതിനോട് അപ്പൊ എന്റെ ഭാര്യ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യണം. പുള്ളിക്കാലത്ത് ചാർജ് കുറവുപോലെ കാണിക്കണത്. പുള്ളിക്കാലത്ത് മറ്റേ മീറ്റർ വെച്ച് ചെക്ക് ചെയ്തത് ബാറ്ററി ഇതോടെയാണ്. ഞാൻ അപ്പൊ തന്നെ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ബാറ്ററി ഒന്ന് നോക്കാൻ പറഞ്ഞു. ബാറ്ററി കംപ്ലൈന്റ് ആണല്ലോ ഏട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവിടുത്തെ സർവീസ് ബാറ്ററി വെച്ചപ്പോഴത്തേക്കും വണ്ടി പക്കേ. കാരണം ഇതാണ് ഒരു സർവീസ് സെൻ്ററിലെ പ്രോബ്ലം. കണ്ട കറക്റ്റ് സർവീസ് ആണെങ്കിൽ പുള്ളിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവൻ പറഞ്ഞ ബാറ്ററി ഞാൻ തന്നെ മേടിച്ചതാന്ന് പറഞ്ഞു. ടാറ്റയുടെ ബാറ്ററി അവർ കമ്പനിയിൽ നിന്ന് പറഞ്ഞ ടാറ്റയുടെ ബാറ്ററി എടുക്കാനാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പയ്യനാണ്. അപ്പോൾ അവൻ ടാറ്റയുടെ ബാറ്ററി മേടിച്ച് ഇത്രയും നാളായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വർഷമായി. കമ്പനി അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് ഇത്ര കഷ്ടപ്പെട്ട അവിടെ ഇലക്ട്രീഷ്യൻ ഇല്ലാന്ന് പറഞ്ഞു. പുറത്തു കൊടുത്ത് ചെയ്യിക്കണമെന്ന്. പുതിയ വണ്ടി എടുത്തിട്ട് ഇതൊക്കെയാണ് ഒരു സർവീസ് സെന്ററിന്റെ അപാകതകൾ. സർവീസും കൂടി പക്കയായി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഓട്ടോ ഏത് വണ്ടിയായാലും. ഇപ്പം ഞാൻ തൊടുപുഴയിൽ പോയി ചേർന്ന് പറഞ്ഞാൽ അവരെന്താ കമ്പനി വെച്ചാൽ ആ മെയിൻ സാധനം തൊട്ടാണ് ആദ്യം നോക്കണത്. ഇപ്പൊ ബാറ്ററി ആണെങ്കിൽ അങ്ങനെ നോക്കുള്ളൂ. അവരുടെ സർവീസ് പക്ക സർവീസാണ്. അതുകൊണ്ടാണ് അവിടെ ചോദിച്ചേട്ടുണ്ട്. സർവീസ് സൂപ്പർവൈസറാണ് പുള്ളിയുടെ പെരുമാറ്റം മതി നമുക്ക് തൃപ്തിയാകാനായിട്ട്. ശരിക്കും അന്ന് സംഭവിച്ച സ്റ്റാർട്ടറിന്റെ കംപ്ലൈന്റ് അല്ലേ? ഇതിന്റെ സ്റ്റാർട്ടർ കംപ്ലൈന്റ് വരില്ല. അങ്ങനെ ബാറ്ററി മാറ്റി കഴിഞ്ഞപ്പോ പക്കയായി. ബാറ്ററി ഒരു സെല്ല് വീക്കാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടുത്തെ സർവീസ് സെന്ററിലെ കാര്യമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ സർവീസും കൂടി ഒന്ന് പക്കയായി കഴിഞ്ഞാൽ കൂടുതൽ വണ്ടികളൊക്കെ റോട്ടിൽ ഇറങ്ങും. വണ്ടി വേറെ എത്ര ലോങ് വേണേലും പോവാം, ഒരു കംപ്ലൈന്റും ഇല്ല അല്ലേ? ഓക്കെ. നിർത്താണ്ട് വേണേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കോട്ടയമൊക്കെ ഓട്ടം പോണാണ്. പുള്ളിക്കാരത്തേക്ക് ഞാൻ സുഖമില്ലാത്ത കാരണം ഞാൻ രാത്രി തന്നെ വന്നാക്കുക. ഒറ്റടിക്ക് തന്നെ പോയിട്ട് വരും. അപ്പൊ BS6 പൊതുവെ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല. എനിക്കങ്ങനെ മേജറായിട്ടുള്ള കംപ്ലൈന്റ് ഒന്നും വന്നല്ലേ 1.5 വർഷത്തിനിടക്ക്. ഈ ഓയിൽ ചെലവ് പോലും ഇല്ല എന്നുള്ളതാ. സർവീസിന് ചെല്ലുമ്പോഴത്തേക്ക് 3 ലിറ്റർ ഓയിൽ മേടിക്കുക. അതിന്റെ ഒരു 4 ലിറ്റർ ഓയിൽ ബാലൻസ് ഉണ്ടാവും. അത് ഒരു 5000 കിലോമീറ്ററൊക്കെ ആകുമ്പോ ചിലപ്പോൾ ഒരു 50 ഓയിൽ ഒഴിക്കേണ്ടി വരും. അത് ഒഴിക്കേണ്ട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പുള്ളി പരമേശ്വരൻ ചേട്ടൻ എന്തായാലും ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ് BS6 എടുത്തതിൽ. ഇപ്പോൾ BS6 വണ്ടി കൊള്ളൂല, അതാണ് ഇതാണെന്നൊക്കെ വളരെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? BS6 വണ്ടി കംപ്ലൈന്റ് ആണ്, സെൻസറാണ്. ഞാൻ വണ്ടി മൊത്തം വെള്ളം ഒഴിച്ച് കഴിയണ. അതല്ലേ? അപ്പൊ ഞാൻ അവിടെ തൊടുപുഴ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിട്ട് ഏത് ഭാഗത്തേക്കാണ് വെള്ളം പുള്ളി കാണിച്ചു തന്നു. ഈ സൈഡ് അത് വെള്ളം വീണാൽ കുഴപ്പമൊന്നുമില്ല. ഒരു 800 രൂപ മുടക്കുണ്ടായിന് ഈ സർവീസ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതിന്റെ സോക്കറ്റിന്റെ അകത്തൊക്കെ ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും അത്. അപ്പോൾ ആ കംപ്ലൈന്റ് അതിനകത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വെള്ളം നനക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്.
അത് വെള്ളം നമുക്ക് ഒഴിച്ച് കഴുകാം, സ്പ്രേ അടിച്ച് കഴുകാൻ പാടില്ലെന്നുള്ളൂ. പിന്നെ ഇത് സെൻസർ വണ്ടി ആദ്യം ഇറങ്ങിയ വണ്ടിയല്ലേ ഇതല്ലേ? ആദ്യം ഇറങ്ങിയ വണ്ടിയാണ്. ഇത്ര ധൈര്യത്തോടെ സെൻസർ എടുക്കാൻ കാരണം എന്താണ്? ഞാൻ ആദ്യം ഓടിച്ചോണ്ടിരുന്ന ഒരു CNG വണ്ടി ആയിരുന്നു. അതെ അല്ലേ, ആദ്യം CNG വണ്ടി ഓടിച്ചത്? ഏത്? അതുല് അല്ലേ? അതിൽ കൊടുത്തിട്ടാണ് ഇതെടുത്തത് അല്ലേ? അതിൽ വാടക വണ്ടിയായിരുന്നു, സ്വന്തം എടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തത്. കുറച്ച് കാര്യങ്ങൾ പരമേശ്വരൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പെട്ടെന്ന് ലൈറ്റ് കത്തിക്കിടന്നാൽ പിന്നെ വരുന്നത് സെൽഫ് എടുക്കാണ്ട് വരുമ്പോഴത്തേക്കും വണ്ടി പിന്നെ അനങ്ങില്ല. ഒരു പ്രാവശ്യം അടിച്ച് 2 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അതായി പോകും. അപ്പോൾ മെയിനായിട്ട് നടന്നത് അടിയിലത്തെ വയറ് ഉണ്ട്. ഇത് വയറ്, ഈ സ്റ്റാർട്ടിൻ്റെ അടിയിൽ ഒരു വയറ് വരുന്നുണ്ട്. ഇത് ലൂസായി കിടക്കും, കാരണം ഇത് വൈബ്രേഷൻ കാരണം സാധനം ക്ലിപ്പ് ലൂസായി കിടക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം ചാടി വരുമ്പോഴത്തേക്കും അവിടെ 4 ലൈറ്റുകൾ അങ്ങനെ കത്തിക്കിടക്കും. ചാവി എന്തോരം അടിച്ചാലും സ്റ്റാർട്ടാവില്ല. അത് വർക്ക്ഷോപ്പ് വരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയണതെന്ന് വെച്ചാൽ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ഞ വഴിക്ക്, എൻ്റെ വണ്ടി ഇതുപോലെ കംപ്ലൈൻറ്റ് ആയതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതുപോലത്തെ വണ്ടി 3-4 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം ലൈറ്റ് കത്തി കിടക്കുന്ന വണ്ടി സെൽഫ് ആണെങ്കിലല്ല. അപ്പോൾ ആ വയറ് ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ ഈ വയർ ഈ കംപ്ലൈൻ്റ് ആണ്. ഈ വയറ് ക്ലിപ്പിൽ നിന്ന് ചാടി പോകുന്നുണ്ടാവും, സ്റ്റാർട്ടറിന്റെ അടിയിലെ വയറ്. അത് നേരെ ക്ലിപ്പിൽ കുത്തി കഴിഞ്ഞാൽ സംഗതി ഓക്കെ. ക്ലിപ്പ് ലൂസായിട്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ വേറെ ഇതിൽ വരാന്നുണ്ടെങ്കിൽ ഇത് ഊരിയിട്ട് ഇതിനകത്ത് ഫീസുകളാണുള്ളത്. ഈ ഫീസുകൾ ചെറിയ ഫീസുകൾ കണ്ട, ഈ ചെറിയ ഫീസുകൾ ഊരി നോക്കിയാൽ മതി, നമുക്ക് കാണാം അതിനകത്ത്. ഇതിനകത്ത് തന്നെ വേണ്ടേ, ഇതൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നതാ. ഇലക്ട്രിക് വെൽഡോ മറ്റോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെൻസറിന്റെ യൂണിറ്റ് ഉണ്ട്, അതൊന്ന് ഊരിയിടണം അല്ലേ? ഇത് ഇതിന്റെ അകത്ത് ബോൾട്ട് കവറാണ്, അതിനകത്ത് വെള്ളമൊന്നും കയറില്ല അതിനകത്ത്. അത് 2 ബോൾട്ട് കഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ലിവർ ഉണ്ട്, ആ ലിവർ താത്ത് ബാറ്ററി വരെ ആദ്യം പിടിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ലിവർ താത്തി കഴിയുമ്പോഴത്തെ ആ സാധനം യൂണിറ്റ് താഴത്തേക്ക് ഇങ്ങോട്ട് പോരും. പിന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാറ്ററി വരെ പിടിപ്പിച്ചിട്ട് വേണം ആ സാധനം അതുപോലെ തന്നെ കയറ്റി ലോക്ക് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഈ സെൻസർ കംപ്ലൈന്റ് വരും എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി എടുത്തോണ്ട് നേരെ ബോഡി വർക്കിന് കയറ്റും. ഈ സംഭവം ആർക്കും അറിയില്ല. ഇത് കമ്പനിക്കാരും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഇതിനകത്ത് തൊടുപുഴ പോയപ്പോഴത്തേക്കും തൊടുപുഴയിലെ അടുത്ത മെക്കാനിക്ക് പറഞ്ഞു തന്നാണ് എനിക്ക്. ഇലക്ട്രിക് വെൽഡ് ചെയ്യുമ്പോഴത്തേക്കും സെൻസറൊക്കെ ചിലപ്പോൾ സ്പാർക്കാകാൻ സാധ്യതയുണ്ട്, ഷോർട്ട് ആകാനായിട്ട്. ഈ വയറിംഗ് കിറ്റിന് 10,000 രൂപ വരുമെന്നാണ് കമ്പനി പറയണത്. അപ്പൊ എനിക്ക് ഇത്ര നാൾ വയറിംഗ് കിറ്റിന് യാതൊരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഈ ആപ്പെ ഡീസൽ ഓട്ടോ പണിയുന്ന നമ്മുടെ എറണാകുളത്തെ ഫേമസ് ആയ ഒരു മെക്കാനിക്കിൻ്റെ വാക്കുകളിലേക്കും നമുക്കൊന്ന് പോകാം. പുള്ളി എന്താണ് പറയുന്നത്, സെൻസർ ഓട്ടോയെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ട്രെയിനിങ്ങിന് പോയിട്ട് എന്താണെന്ന് അത് നമ്മുടെ ഒരു ഭാഗം മാത്രമല്ല, ഇത് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇന്നൊക്കെ ചെയ്യാന്നുള്ളതാണ്. അത് കമ്പനിക്ക് ട്രെയിനിങ് തന്നെ പോലെ അല്ല ലോക്കലിന് ട്രെയിനിങ് തരണത്, ചെറിയൊരു അവയർനെസ്. അതെ അല്ലേ? ശരി ശരി ശരി. അത് എന്ന് വെച്ചാൽ ഈ മറ്റേ BS4 വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുള്ള എഞ്ചിനൊക്കെ പമ്പിലൊക്കെ വ്യത്യാസമുണ്ട്, കുറെ സാധനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതെ അല്ലേ? അത് കൂടാതെ മെയിൻ്റെനൻസ് കൂടാൻ സാധ്യതയുണ്ട്. അത് ഇല്ല, ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ടുള്ള എഞ്ചിനാണ് അല്ല BS4-നെക്കാട്ടിയും. കാരണം അത് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ വണ്ടി തന്നെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അത് അറിയാവുന്ന ഡ്രൈവർ ആയിരിക്കണം ഓടിക്കണത്. ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അതെന്താണെന്ന് ശ്രദ്ധിക്കുകയും അത് അറിഞ്ഞിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഓക്കെ. അതല്ലാണ്ട് ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി പറയും തല്ലിപ്പൊളിയാണെന്ന് പറയും. മെക്കാനിക്കുമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ആ വണ്ടി കൊള്ളൂല്ലെന്ന് പറയുള്ളൂ. സെൻസറാണ് ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. പക്ഷെ സെൻസർ ഒന്നും ഒരു പ്രശ്നമുള്ള സാധനമല്ല. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ലാപ്പിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലേ, ലാപ്ടോപ്പ് കുത്തിയിട്ട്? അത് ഡീലർഷിപ്പിലാണ് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റേ ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ള ചെറിയ മെക്കാനിക്സിനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ അതിന്റെ ചെറിയ വേർഷനാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം. വലിയ കേസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പും കാര്യങ്ങളും കണക്ട് അവർക്ക് അത് വേറെ രീതിയാണ്. അത് ഡീലർഷിപ്പിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആപ്പ് കയറ്റിയിട്ട് അവരൊരു യൂണിറ്റ് തന്നിട്ടുണ്ട്. ആ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. വലിയ കംപ്ലൈന്റ് ഒന്നും പറ്റില്ല. എന്നാലും അത്യാവശ്യം ഓടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി പണിയാൻ പറ്റും. ഇപ്പൊ എന്താ സംഭവം എന്ന് പറയാം, ഇപ്പൊ 2018 വണ്ടിയൊക്കെ ഭയങ്കര വിലയായി, മനസ്സിലായ? ആൾക്കാർക്ക് BS6 എടുക്കാൻ പേടിയായിട്ട്, മനസ്സിലായി? എന്തെങ്കിലും പണി വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടിട്ട് ഇപ്പൊ 2018 ഏതാണ്ട് BS6 ഒക്കെ എടുത്ത് മൈലേജ് ഒക്കെ കുറവായിരിക്കില്ലേ? അതാണ് പ്രശ്നം. അതെ അല്ലേ? മൈലേജ് കുറവായിരിക്കും അല്ലേ?
ഡീസൽ വണ്ടിക്ക് മൈലേജ് കുറവാണ്. കമ്പനി തന്നെ 25 പറയുന്നത്. അത് എഞ്ചിൻ പവർ കൂടിയ വണ്ടിയാണ് ഡീസല്. ഇതിന് CNG മൈലേജ് ഉണ്ട് കേട്ടോ. CNG ബേസിക്സ് ഒക്കെ മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. മൈലേജ് ഉണ്ട് അല്ലേ? ഡീസലിനാകുമ്പോൾ മൈലേജ് കുറയും. അതാണ് നോക്കി ആൾക്കാർ അതാണ് കൂടുതലായിട്ടും പ്രശ്നം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻസർ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയുടെ മെക്കാനിക്കന്മാർ മുഴുവൻ എന്ന് വെച്ചാൽ ആവറേജ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഓട്ടോറിക്ഷയുടെ മെക്കാനിക്കന്മാരെന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചോളം അത് കൂട്ടിയാൽ കൂടില്ല. അപ്പൊ അവര് പറയാം അതിന് കംപ്ലൈന്റ് ആണെന്ന് പറയും. കാരണം അവരെ കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. അത് തന്നെ കാര്യം. ഇപ്പൊ മൈലേജ് കുറവാന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ മൈലേജ് കുറവാണെന്നുള്ള വ്യത്യാസമല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതില് ഇവരെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കണത് മൈലേജ് ആണ്. അതെ അല്ലേ? അത് കാരണം ഇപ്പൊ 2018 ഇറങ്ങിയ വണ്ടിക്ക് 230 ഉണ്ടായുള്ളൂ ഓൺ ദ റോഡ്. ഇപ്പൊ നല്ല ആൾക്കാരെടുത്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ. ഇപ്പൊ 280 ഒക്കെയാണ് ഇടത്തെ വില തന്നെ കൂടിയിട്ടാണ് ഇപ്പൊ വിൽക്കണത്. 2-3 കൊല്ലം ഓടിച്ച് കഴിഞ്ഞിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അതിന്റെ ആൾക്കാർ ഞങ്ങൾ ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞ് ജസ്റ്റ് വല്ലതിനൊക്കെ ഒന്ന് വന്നു. അത് വാറന്റി ഉള്ളതിന്റെ പേരിൽ തന്നെ ഞാൻ അതിന്റെ വാറന്റി നഷ്ടപ്പെടുത്താൻ നിൽക്കൂല. അങ്ങോട്ട് പോണതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും കമ്പനിയിലേക്ക്. നമ്മൾ പണിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, സാധനങ്ങളൊക്കെ മേടിക്കണേ അവിടെ ചെല്ലണം. അവിടെ ചെല്ലുമ്പോ അവര് പറയും നിങ്ങൾ വാറന്റി ഉള്ള വണ്ടി എന്തിനാണ് അവിടെ ഇവിടെ കൊണ്ട് പണിയണമെന്നുള്ള ആ ഒരു രീതി വരും. ഇപ്പൊ മറ്റേ CNG ആണെങ്കിൽ നല്ല അടിപൊളിയാണല്ലേ? CNG വണ്ടി കുഴപ്പമില്ല. ഇതാണ് അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഇതില് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഉറപ്പായിട്ടൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. ലൈറ്റ് കത്തുമ്പോ അപ്പൊ തന്നെ വർഷോപ്പിൽ കൊണ്ടുപോയി സംഭവം ചെക്ക് ചെയ്ത് ക്ലിയർ. സെൻസർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയും. അതനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവർ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വണ്ടി അടിപൊളിയാണ് ഉപയോഗിക്കാൻ. അതല്ല എങ്കിൽ പറഞ്ഞ പോലെ വണ്ടി തല്ലിപ്പൊളിയാണെന്ന് പറയും. അതല്ലേ? എന്തായാലും ഇത്ര കാര്യം നന്നായി. ഓക്കെ, ശരിയാണ്. 31,000 കിലോമീറ്റർ ഓടിയ ആപ്പയുടെ സെൻസർ ഡീസൽ ഓട്ടോ പരമേശ്വരൻ ചേട്ടന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പരമേശ്വരൻ ചേട്ടൻ പൂർണ്ണ തൃപ്തനാണ് അല്ലേ? പൂർണ്ണ തൃപ്തനാണ്. BS6 കംപ്ലൈൻ്റാണ് കാര്യങ്ങളാണെന്നൊക്കെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. ഉപയോഗിച്ച പരമേശ്വരൻ ചേട്ടൻ പൂർണ്ണ തൃപ്തനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.